കഴിഞ്ഞ മാസമൊക്കെ 77 രൂപ ഡോളറിൽ ഇരുന്ന ആ ക്രൂഡിന്റെ വിലയാണ് ഇപ്പം 63 അതായത് 20% ഡിക്ലൈൻ ആണ് ഉണ്ടായിരിക്കുന്നത്. ആ 20% വീഴ്ച വന്നപ്പോഴാണ് ഇവിടെ പിന്നെ പാചക ഗ്യാസിന്, അതായത് ഗാർഹിക പാചക ഗ്യാസിന് 50 രൂപ വർദ്ധിച്ചു. സബ്സിഡി കൊടുത്തുകൊണ്ടിരുന്നവർക്കും ആ 50 രൂപ വർധനവുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ എന്താണ് അതിനൊരു കാരണം പറയുന്നത്? അതിന് പറയുന്ന കാരണം ഈ പെട്രോളിയം ഓയിൽ കമ്പനികൾ നഷ്ടത്തിലാണ്. അപ്പൊ അവരുടെ നഷ്ടം നികത്തുക എന്നതാണ് ഈ 2 രൂപ പിന്നെ എന്താ പറയുക എക്സൈസ് തീരുവ ചുമത്തുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഏറ്റവും രസകരമായ കാര്യം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്ത്യയിലെ പെട്രോളിയം കമ്പനികളിൽ അതായത് അതിന്റെ മഹാഭൂരിപക്ഷവും മേജർ ഷെയറും ഇപ്പോഴും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ തന്നെ. അതായത് നമ്പർ ഓഫ് കമ്പനീസും ഇപ്പോഴും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പോലെ, ഭാരത് പെട്രോ കെമിക്കൽസ് പോലെ അങ്ങനെ അങ്ങ് പോകുന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ്. അതേ സമയത്ത് അംബാനിയുടെ കയ്യിൽ ഒരു കമ്പനി ഉണ്ട്. ബാക്കിയുള്ളത് ഒഴിച്ചാൽ മേജർ ആയിട്ടുള്ള കമ്പനികൾ മുഴുവൻ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ്. പക്ഷേ 1996 മുതൽ തുടങ്ങിയ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പോളിസി വഴിയായിട്ട് ഈ കമ്പനികളുടെയൊക്കെ കുറെ ഷെയറുകൾ പ്രൈവറ്റ് സെക്ടറിലേക്ക് വിറ്റുപോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും 51%-ലധികം ഷെയറുകൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ തന്നെയാണ്. അപ്പൊ ആർക്കാണ് ഈ നിയന്ത്രണാധികാരം? ഈ പെട്രോളിയം കമ്പനികളുടെ നഷ്ടം കുറയ്ക്കാനാണ്, അവയുടെ നിയന്ത്രണത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കബളിപ്പിക്കുന്ന എന്തിനാണ്? അതായത് നാച്ചുറൽ ഗ്യാസ് ആൻഡ് പെട്രോളിയം റെഗുലേറ്ററി ബോർഡിന്റെ നയ ഡോക്യുമെന്റിൽ 8ാം ചാപ്റ്റർ 43ാം അനുച്ഛേദം എടുത്തു നോക്കുക. അത് പറയുന്നുണ്ട്, ഇപ്പോഴും പെട്രോളിയം പ്രൈസസ് ഡിസൈഡ് ചെയ്യാനുള്ള അവകാശം കേന്ദ്ര ഗവൺമെന്റിൽ തന്നെ നിക്ഷിപ്തമാണ്. കാരണം 51%-ലധികം ഓഹരികൾ ഇപ്പോഴും ഇരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ തന്നെയാണ്. അത് കേന്ദ്ര ഗവൺമെന്റിന് എപ്പോ വേണമെങ്കിലും വിപണിയിൽ ഇടപെടാം, വില വർദ്ധിപ്പിക്കുകയോ വർദ്ധിപ്പിക്കാതിരിക്കുകയോ ചെയ്യാം. അതിന്റെ തെളിവ് തന്നെയാണല്ലോ ഇലക്ഷൻ വരുന്ന സമയത്ത് വില കുറച്ചു കൊണ്ടുവരും ജനങ്ങളെ പ്രീണിപ്പിക്കാൻ. അതേ സമയത്ത് ഇലക്ഷൻ കഴിഞ്ഞ് വിജയം കൈവരിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ വർദ്ധിപ്പിച്ചു കൊണ്ടുപോകും. അതാണല്ലോ ഇപ്പൊ 50 രൂപ ഒറ്റയടിക്ക് പാചക ഗ്യാസിന് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തരത്തിലൊക്കെ ജനങ്ങളെ പറ്റിച്ച് പക്ഷെ അവരെ ചേർത്ത് നിർത്തേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സൈക്കോളജിക്കലായിട്ട് അവരെ ചേർത്ത് നിർത്തുന്നു ഇലക്ഷൻ വരുമ്പോൾ. അത് കഴിഞ്ഞ് ഇലക്ഷൻ കഴിയുമ്പോഴോ പുറത്തു പോ എന്നുള്ള മട്ടിൽ തട്ടി മാറ്റി കളയുന്നു. ഈ രീതിയാണ് ഡെമോക്രസിയുടെ ഡെമോക്രസിയുടെ പാരയായിട്ട്, മൂല്യച്യുതിയായിട്ട് നാം കാണേണ്ടത്. ഇങ്ങനെയല്ല ഡെമോക്രസിയിൽ വരേണ്ടത്, ഇങ്ങനെയല്ല ജനസേവനം നടത്തേണ്ടത്. ജനക്ഷേമം എന്ന് പറയുന്നത് ഈ തരത്തിലല്ല. ഇപ്പൊ നമുക്ക് എന്തെല്ലാം കണക്കുകൾ പുറത്തു വരുന്നുണ്ടെന്നറിയാമോ? ഇന്ത്യയിലെ ദാരിദ്ര്യ രേഖയ്ക്ക് കീഴെയുള്ളവരുടെ എണ്ണം വർദ്ധിച്ചു എന്ന കാര്യം, ഇന്ത്യയിൽ അസമത്വം വർദ്ധിച്ചു എന്ന കാര്യം, അതുപോലെ തന്നെ പോഷക ദാരിദ്ര്യമുള്ള കുഞ്ഞുങ്ങളുടെ എണ്ണം വർദ്ധിച്ചു എന്ന കാര്യം, അങ്ങനെ ഒരുപാട് കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. ആ കണക്കുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതൊക്കെ പറഞ്ഞാൽ നമുക്കിത് ഒരു കാരണവശാലും പാചകവാതക വില വർദ്ധിപ്പിക്കരുതായിരുന്നു. ഈ 500 രൂപ കൊടുത്തിരുന്ന ഉജ്ജ്വൽ പ്രോഗ്രാമിൽ, PM ഉജ്ജ്വൽ പ്രോഗ്രാമിൽ പെട്ടവർക്ക് 550 കൊടുക്കേണ്ടി വന്നു എന്ന് പറയുന്നത് തന്നെ വലിയ ചതിവാണ്. കാരണം അവർ തീരെ പാവപ്പെട്ട ആൾക്കാരാണ്, 2000 രൂപയ്ക്ക് വേണ്ടി വോട്ട് കൊടുക്കുന്ന ആൾക്കാരാണ്. അത്തരക്കാരെ പറ്റി നാം ഓർക്കുക. അവർക്ക് ഈ 500 രൂപ കൊടുത്തും ഗ്യാസ് വാങ്ങാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ധാരാളം സ്റ്റോറീസ് അതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ 500 രൂപയ്ക്ക് ഗ്യാസ് കിട്ടുമെങ്കിലും അവരുടെ ഗ്യാസ് കണക്ഷൻസ് ഒക്കെ വേറെ ഏതെങ്കിലും കച്ചവടക്കാർക്കോ അങ്ങനെ ആർക്കെങ്കിലും അവര് കൊടുത്തേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണയപ്പെടുത്തി വെക്കുക. അവർക്ക് അതിൽ നിന്നൊരു വരുമാനം കിട്ടും. ആ തരത്തിലൊക്കെ ഇത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിവില്ലാത്തത് കൊണ്ട്, അതായത് 500 രൂപ കൊടുക്കാനില്ലാത്തത് കൊണ്ട് അത്തരക്കാർക്കാണ് 550 കൊടുത്തെടുക്കേണ്ടി വരുന്നത് എന്ന് വെച്ചാൽ അവരെങ്ങനെ അത് ഉപയോഗിക്കും? അപ്പോൾ ഈ ഉജ്ജ്വൽ പ്രോഗ്രാമിന്റെ പ്രയോക്താക്കൾ ആരായിരിക്കും എന്ന് നമ്മൾ ഓർക്കുക. ഏതായാലും ഗവൺമെന്റ് ഈ പാചകവാതക വില വർദ്ധിപ്പിച്ചത് കടുങ്കൈയായി പോയി. ഇന്ത്യയിലെ ബഹന്മാരോട് ചേർത്ത് പിടിക്കുന്നു ബഹന്മാരെ എന്ന് മൻ കി ബാത്തിലൂടെ പറയുന്ന ഈ ബഹന്മാരെ ഒക്കെ ഇത്ര ചാട്ടവാറ് കൊണ്ട് അടിക്കുന്നതിന് ഇക്വലന്റ് ആണ് ഈ 50 രൂപ വർധനവ്. അതും ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞിരിക്കെ
എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഒന്ന് മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു.